പോർച്ചുഗലിന്റെ രാജകുമാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ സമ്പന്ന ജീവിതത്തിൽ നിന്നും പട്ടിണി നിറഞ്ഞ ബാല്യകാലത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. 2019 ഒരു അഭിമുഖത്തിൽ തന്റെ കുട്ടിക്കാലത്ത് മക്ഡൊണാൾഡിന്റെ ജീവനക്കാർ ബാക്കി വന്ന ബർഗറുകൾ നൽകി എങ്ങനെ സഹായിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഒരു കഥ പങ്കിടുകയാണ്. അവരുമായി, പ്രത്യേകിച്ച് എഡ്ന എന്നു പേരുള്ള ഒരു സ്ത്രീയോട് അവരുടെ ദയയ്ക്ക് നന്ദി പറയുന്നു. തന്റെ നന്ദിയും വിനയവും ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവരുമായി വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം. തന്റെ ഫുട്ബോൾ സ്വപ്നങ്ങളുടെ പാത പിന്തുടർന്നപ്പോൾ വിശപ്പ് പലപ്പോഴും ഒരു കൂട്ടാളിയായിരുന്നുവെന്ന് റൊണാൾഡോ തന്റെ ആദ്യ നാളുകളെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടി താമസിച്ചിരുന്ന സ്റ്റേഡിയത്തിനടുത്തായി ഒരു മക്ഡൊണാൾഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും കടയുടെ പിൻവാതിലിൽ ചെന്നായിരുന്നു മുട്ടിയിരുന്നത്. ഹേയ്, എന്തെങ്കിലും ബർഗറുകൾ ബാക്കിയുണ്ടോ? ആ മക്ഡൊണാൾഡിൽ ജോലി ചെയ്തിരുന്ന സ്നേഹനിധികളായ 3 സ്ത്രീകൾ എനിക്കും എന്റെ യുവ ടീമുകൾക്കും മിച്ചം വന്ന ബർഗറുകൾ സ്നേഹത്തോടെ നൽകി. ഇതെല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. മക്ഡൊണാൾഡ് ജീവനക്കാരെ വീണ്ടും കാണാനുള്ള ആഗ്രഹം റൊണാൾഡോ പ്രകടിപ്പിച്ചു, പ്രത്യേകിച്ച് എഡ്ന എന്ന സ്ത്രീ. അവരുടെ ദയയ്ക്ക്, തങ്ങളോട് തോന്നിയ കാരുണ്യത്തിനും അദ്ദേഹം വ്യക്തിപരമായി നന്ദി പറഞ്ഞു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും റൊണാൾഡോ തന്നെക്കുറിച്ച് ഓർക്കുന്നു എന്നറിഞ്ഞപ്പോൾ മക്ഡൊണാൾഡിന്റെ ജോലിക്കാരിയായ എഡ്ന വളരെയധികം അതിശയിച്ചു പോയി. എഡ്ന പോർച്ചുഗീസ് ദിനപത്രമായ റെക്കോർഡിനോട് പറഞ്ഞത് ഇങ്ങനെ: ഞാൻ വളരെ സന്തോഷവതിയാണ്. റൊണാൾഡോ എന്ന വ്യക്തി എത്ര വിനയമുള്ള ആളാണ്. എത്രയോ വർഷം മുമ്പ് കഴിഞ്ഞ കാര്യമായിരുന്നു ഇത്. ഇപ്പോഴും അദ്ദേഹം എന്നെ ഓർത്തിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയും വലിയൊരു മനുഷ്യൻ ആ കാര്യം എടുത്തു പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വിനയവും ദയവുമെല്ലാം വിലമതിക്കാനാവാത്തതാണ്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെ ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഒരു കാര്യം. റൊണാൾഡോ ഒരു ആഗോള ഐക്കണായി നിലകൊള്ളുന്നു. എന്നാൽ ഇതുപോലുള്ള കഥകൾ അദ്ദേഹത്തിന്റെ വിജയത്തിന് പിന്നിലെ പോരാട്ടങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.